ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, എംഎൽഎമാരായ രാജു ഇബ്രഹാം, കെ സി രാജഗോപാൽ എന്നിവർക്കൊപ്പം വൈകിട്ട് 5:45 വി എസ് അച്യുതാനന്ദൻ തന്റെ കന്നിമല കയറ്റം തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് പോകാൻ ഡോളി ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അതിൽ കയറാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. നടന്നു തന്നെ കയറാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എല്ലാവരും സംശയിച്ചു. ഇത്രയും ദൂരം നടക്കാൻ അദ്ദേഹത്തിനാകുമോ? മലകയറ്റത്തിന്റെ സിദ്ധാന്തമൊന്നും ആരും എന്നെ പഠിപ്പിക്കേണ്ടെന്ന പിടിവാശിയോടെ മുഖ്യമന്ത്രി മല കയറി തുടങ്ങി. നീലിമലയും അപ്പാച്ചിമേടും സാവധാനം പിന്നിടുമ്പോൾ വിശ്രമിക്കാൻ കസരയുമായി പലവട്ടം ഉദ്യോഗസ്ഥരെത്തി. എന്നെ ഇരുത്താൻ നോക്കേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ശബരിപീഠത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ച വെടിവഴിപാടുകാരന്റെ അനൗൺസ്മെന്റ് ഇങ്ങനെയായിരുന്നു: വി എസിനെ അച്യുതാനന്ദൻ സ്വാമി എന്ന് വിശേഷിപ്പിച്ച അനൗൺസ്മെന്റ് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മുഖ്യമന്ത്രിക്ക് ആദ്യം കാര്യം പിടികിട്ടിയില്ല. ശ്രീമതി ടീച്ചർ വിവരം പറഞ്ഞപ്പോൾ കൂട്ടച്ചിരിയിൽ മുഖ്യമന്ത്രിയും പങ്കുചേർന്നു. പിന്നീട് അദ്ദേഹം യാത്രക്കിടെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. പൂയംകുട്ടി, മതികെട്ടാൻ എന്നീ മലകളുടെ കയറ്റവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതായിട്ടുള്ളതാണ്. എന്നാലും സാധാരണക്കാർക്ക് കയറുക, പോവുക എന്നൊക്കെ പറയുന്നത് കുറച്ച് വിഷമം തന്നെയാണ്. സന്നിധാനം വരെയുള്ള യാത്രയിൽ മുഖ്യമന്ത്രി ഒരിടത്ത് പോലും ഇരുന്നില്ല. കരിക്കിൻ വെള്ളവും പൈനാപ്പിളുമൊക്കെ അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു. 5:40 തുടങ്ങിയ യാത്ര രാത്രി 8:50 സന്നിധാനത്തെത്തിയപ്പോൾ തന്റെ നിശ്ചയദാർഢ്യ വിജയത്തിന്റെ സന്തോഷത്തിലായിരുന്നു മുഖ്യമന്ത്രി. സന്നിധാനത്തേക്ക് വസ്തുക്കൾ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകാനല്ലാതെ ആളുകളുടെ യാത്രയ്ക്ക് വേണ്ടി ട്രാക്ടർ ഉപയോഗിക്കരുതെന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയായിട്ടുള്ള ഹൈക്കോടതി തന്നെ ആ നിർദ്ദേശവും വിധിയും പുറപ്പെടുവിച്ചത്. ആ വിധിയാണ്, ആ നിയമമാണ് ADGP, നിയമം പാലിക്കേണ്ട ADGP ലംഘിച്ചിരിക്കുന്നത്. അതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ADGP അതിന് നൽകുന്ന ഒരു വിശദീകരണം, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കല്ല, ഈ പ്രശ്നം ഉയർന്നതിന് പിന്നാലെ DGP ADGPയോട് തന്നെ വിശദീകരണം ചോദിച്ചിരുന്നു. അപ്പോൾ രേഖാമൂലം അദ്ദേഹം എഴുതി കൊടുത്ത വിശദീകരണം അതിലും വിചിത്രമാണ്. അദ്ദേഹം തെറ്റ് സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാനന്ന് പമ്പയിലെത്തി, ലഗേജ് ഒക്കെ തന്നെ സാധാരണ കൊടുക്കാറുള്ളത് പോലെ അവിടെ കൊടുത്തു, അതിനുശേഷം നടന്നു പോകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ 1 കിലോമീറ്ററോളം നടന്ന് മുന്നോട്ട് പോയി. ആ സമയത്താണ് തന്റെയും മറ്റു പോലീസുകാരുടെയും ഒക്കെ തന്നെ ലഗേജ് കയറ്റിക്കൊണ്ട് പോലീസിന് ട്രാക്ടർ വരുന്നത് കണ്ടത്. ആ സമയത്ത് തനിക്ക് കാലിന് വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രാക്ടറെ കയറിപ്പോയതാണ്. കയറ്റമൊക്കെ കഴിഞ്ഞ് മരക്കൂട്ടവും കഴിഞ്ഞ് നിരപ്പായ ഭാഗം എത്തിയപ്പോഴേക്കും താൻ ട്രാക്ടറിൽ നിറങ്ങി നടന്നുപോയി എന്നുള്ളതാണ് ADGPയുടെ വിശദീകരണം. അതായത് താൻ വിളിച്ചിട്ട് കയറിയതാണ് എന്ന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒറ്റ സംശയമുണ്ട്, ഇത് അങ്ങനെ ആകസ്മികമായി ട്രാക്ടർ കണ്ടപ്പോൾ കയറിപ്പോയതായിരിക്കാം. പക്ഷേ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നതും ഇതേ ട്രാക്ടറിൽ ഇതുപോലെ തന്നെയാണ്. അപ്പം തിരിച്ചിറക്കിക്കൊണ്ടുവരാനും ഈ ട്രാക്ടർ ആകസ്മികമായി എത്തിയോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്, അനൂപ്. പക്ഷേ ADGP അതിന് മാത്രം മറുപടി പറയുന്നില്ല.